എൻ്റെ ചുണ്ടിലേക്ക് നോക്ക്, അപ്പോൾ മനസ്സിലാവും ഒരു ജീവിയാണ്. ഉമ്മ കൊടുക്കണോ ആ പേരും പറഞ്ഞ്? ഡ്രസ്സ് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഈ കൊറിയോഗ്രാഫർ വന്നു. ഇവൻ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഡ്രസ്സ് മൊത്തം ഞാൻ വലിച്ചൂരി. എൻ്റെ ഒരു തുണിയില്ലാതെ ഞാൻ അവൻ്റെ മുമ്പിൽ ഞാൻ നിന്നു. ഇനി നിനക്ക് ഇവിടെ ശരീരത്തിൽ ആണിൻ്റെ എന്ന് പറയേണ്ട എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവനോട് ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊച്ചിയിൽ ഒരു 3 മാസത്തിന് ശേഷം ബിക്കിനി ഇട്ടിട്ട് പെൺകുട്ടികളെ കൂടെ ഞാൻ ഇറങ്ങുവാണ്. അവിടെ വെച്ച് നമുക്കൊരു ആഗ്രഹം തരികയാണ് ഓഡീഷൻ ചെല്ലുമ്പോൾ, മോനെ നീ ഇത് ഓക്കെയാണ് ഞാൻ വിളിക്കാട്ടാന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ ഇവരെ കോർഡിനേറ്റ് ആര് ചെയ്യുന്ന ആരെയും വിളിച്ചിട്ട് എന്നോട് പറയും, മോനെ എടാ വേഷം നിനക്ക് തരാം, അപ്പോൾ ചെറിയൊരു എമൗണ്ട് മുടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. കഴിഞ്ഞ വർഷം 2 പടത്തിൽ നിന്നാണ് ആറാട്ടെണ്ണം പേരോടെ നടക്കണമെന്നാണ് അവനെ പറഞ്ഞു വിടുന്നു പറഞ്ഞു. വനിതയിൽ വനിതകളുടെ ഫോട്ടോ മാത്രം വന്നിരുന്നിടത്ത് ദീപ്തിയുടെ ഫോട്ടോ വന്നു. പട്ടിയെ പോലെ കിടന്നിരുന്നാണ് ഞാനൊരു ബസ് സ്റ്റാൻഡിൽ. ഞാൻ എൻ്റെ ഫോട്ടോ ഇങ്ങനെ കവർ പേജിൽ വരിക എന്നുള്ളത് അത് തന്നെ എനിക്ക് എൻ്റെ ലൈഫ് മാറ്റിയതാണ്. നിനക്കൊന്ന് ആണായിട്ട് നടന്നു കൂട്ടോ, ഒന്ന് ആണും പെണ്ണും കേട്ട് നടക്കും, നിനക്ക് നാണമില്ലേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഉണ്ടാക്കി എൻ്റെ തന്ത പറഞ്ഞിട്ട് പോലും ഞാൻ നേരിയിട്ടില്ല. ദീപ്തി ഒരു കാര്യം ചോദിക്കട്ടെ, ദീപ്തി മാരീഡ് ആണോ? ദീപ്തി ഒരു കാര്യം ചോദിക്കട്ടെ, ദീപ്തി മാരീഡ് ആണോ? ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതുകൊണ്ടും ഞാൻ പറയുന്നതുകൊണ്ടാണ് മനസ്സിലാവുന്നത് ഞാൻ മാരീഡ് ആയിരുന്നു എന്നുള്ളത്. അത് വേറെ ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എന്ത് പറ്റി? 3 വർഷം റിലേഷൻ ആയിരുന്നു. അത് ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ഇവിടുന്ന് പോയി ബാംഗ്ലൂരിലെത്തി എൻ്റെ സർജറീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയൊരു കൂട്ടായിരുന്നു. അതായത് എനിക്കപ്പോൾ ഫാമിലി ഇല്ല, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒറ്റയ്ക്കെന്നല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാംഗ്ലൂരത്തെ കുറച്ച് കമ്മ്യൂണിറ്റികളുടെ ഇടയിലായിരുന്നു. അവിടെ ഒരു ബന്ധമുണ്ട്, അമ്മ മകൾ എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. അതിലായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾ ഡെയിലി ജോലിക്ക് നമ്മൾ അവിടുത്തെ എന്താണോ ജോലി അത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നല്ലോ മനുഷ്യൻ്റെ ലൈഫ്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം, ഒരു സ്നേഹം, നമ്മുടെ സന്തോഷം സങ്കടമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നോട് ചോദിച്ചു എന്തിനാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ 6 മാസം ലവ് ചെയ്തു. പിന്നെ ഒരു അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു. ഞാനും അവനും അവൻ്റെ അമ്മയും കൂടിയിട്ട് ഒരുമിച്ച് താമസിച്ചു. എന്നെ പ്രപ്പോസ് ചെയ്ത ആ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഫസ്റ്റ് ഒരു വാക്ക് പറഞ്ഞത്, ഒന്നുപോലെ ഞാൻ പെർഫെക്റ്റ് ഗേൾ അല്ല, എന്നാൽ എൻ്റെ മനസ്സാണ് പെർഫെക്റ്റ്, ഞാൻ പെണ്ണാണെന്നുള്ളത്. എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ഈ ആൾക്കാർ താഴെ ഇടുന്നത് കമൻസുകൾ അറിയാമല്ലോ, വേഷം കെട്ടലാണ്, വെച്ച് കെട്ടലാണെന്ന അത് എനിക്കത് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ പാർട്സുകളെല്ലാം ബോഡി പാർട്സ് ഒക്കെ ഞാൻ സർജറി ചെയ്ത് വെച്ച് തന്നെയാണ്. അത് പെർഫെക്റ്റ് അല്ല, എനിക്ക് കാണുമ്പോൾ അത് പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ കണ്ണിലേക്ക് അത് എന്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യുന്നവരോട് പറയുന്നത്, ഐ എം നോട്ട് പെർഫെക്റ്റ്, ഞാൻ പെർഫെക്റ്റ് അല്ല. പക്ഷെ നീ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ അടച്ചു പൂട്ടി എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല. നിനക്കൊരു പെൺകുട്ടിയുടെ അടുത്ത്, അതിപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയണമെന്ന് വിചാരിക്കേണ്ടല്ലോ, ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിനക്ക് സെക്ഷലായിട്ട് അങ്ങനെ പോകണമെന്ന് ആഗ്രഹം നമ്മൾ മൂടി വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എത്രയോ ഭാര്യമാരൊക്കെ എടുത്ത് ഉറക്കിയിട്ട് ഭർത്താക്കന്മാർ റോഡിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, ഇല്ലേ, വേലി ചാടാൻ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ നല്ല തുറന്ന് പറയാന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു സെക്ഷലായിട്ട് നിനക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്, ഒരു പെൺകുട്ടിനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. ബട്ട് അത് ഞാൻ എൻ്റെ കണ്ണിൽ കാണാൻ പാടില്ല, എൻ്റെ ചെവിയിൽ കേൾക്കാൻ പാടില്ല. ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ. ഇത് കറക്റ്റ് ദൈവം എനിക്ക് എൻ്റെ 3ാമത്തെ വർഷം എൻ്റെ കണ്ണിലത് കാണിക്കുകയാണ്, ഡയറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ. അതെനിക്ക് സഹിച്ചില്ല. ഞാനത് അത് ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ അവനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നിട്ട് ജീവിച്ചാലും ലൈഫ് ലോങ് അത് എൻ്റെ മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജീവിതം റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സീരിയസ് ആയിട്ട്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒളിവ് മറയില് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരും അറിയാതെ രാത്രി ട്രാവൽ ചെയ്യുക, കറങ്ങാനൊക്കെ ആയിട്ടായിരുന്നു. അതായത് ഞാൻ പറയാലോ ട്രാവൽ ചെയ്യാൻ, ഇപ്പം തൃശ്ശൂർ ടു കൊച്ചി വരാം, ഒരു കാറിൽ ചുമ്മാ ജസ്റ്റ് കറങ്ങുക, ഫുഡ് അടിക്കുക, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പും റിലേഷനായിരുന്നു ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒരു സൈഡിൽ ഒരു സിറ്റുവേഷൻഷിപ്പ്. യെസ്. ഓക്കെ, ഏതായാലും ഇപ്പോൾ എനിക്കൊരു ഷോക്കായി പോകട്ടെ, ശരിക്കും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാർത്ത ഞാൻ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിക്കാനാണ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. ഫാമിലി എപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്തത്?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് കിടന്നു പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ പോയി എൻ്റെ സർജറീസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. 13 വർഷത്തോളം ഞാൻ ബാംഗ്ലൂർ നിന്നു, ആരും ഇല്ലാതെ, അതായത് ഫാമിലി ഒരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ. അതിനുശേഷം നാട്ടിലേക്ക് എനിക്കൊരു ഫോട്ടോഷൂട്ടിനാണ് വേണ്ടി വന്നത്. അതൊരു ട്രാൻസ് ഫോട്ടോഷൂട്ടായിരുന്നു. ഒരു ട്രാൻസ് വുമണും ഒരു ട്രാൻസ്ജെൻഡറും ഒരു ട്രാൻസ് മെന്നും കൂടിയിട്ട്, അതായത് ട്രാൻസ് വുമൺ സർജറി ചെയ്ത ഒരു കുട്ടി എന്നതിലേക്ക് ഞാനും, പിന്നെ ട്രാൻസ്ജെൻഡർ ശീതൽ ശ്യാം, ട്രാൻസ് മെൻ സോനു നിരഞ്ജൻ, ഞങ്ങൾ 3 പേരുടെ ഫോട്ടോഷൂട്ട് കൊച്ചിയിൽ വെച്ച് നടത്തിയിട്ട് ഇവിടുത്തെ ആർട്ട് ഗാലറിയിൽ ഞങ്ങൾ ഡിസ്പ്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അവിടെ വന്നു. കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്തിട്ടാണ് വനിതയിലേക്ക് സെലക്ട് ചെയ്തത്. കവർപ്പിക്കൽ വന്നത് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വനിതയിൽ വനിതകളുടെ ഫോട്ടോ മാത്രം വന്നിരുന്നിടത്ത് ദീപ്തിയുടെ ഫോട്ടോ വന്നു. അത് അങ്ങനെ വനിത ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. വനിത ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല, കാരണം എനിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല നാട്ടിൽ, കേരളത്തിൽ. തിരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോകണമല്ലോ എന്നുള്ള രീതിയിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഞാൻ നേരെ തിരിച്ച് ബാംഗ്ലൂർ പോയി. ഒരു ഷൂട്ട് കഴിഞ്ഞ് 1 മന്തിന് ശേഷമാണ് ഇത് ഇറങ്ങുന്നത്. ജൂണിലാണ് തോന്നുന്നു ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ എനിക്കത് വനിതയിലൂടെ പറയാൻ പറ്റി. അതും ജനങ്ങൾ വായിച്ചു, അറിയുന്നു, എന്നെ തിരിച്ചറിയുന്നു, നാട് മൊത്തം അറിയുന്നു. ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിരുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്ന ആ കടയുണ്ടല്ലോ, ആ കടകളിലൊക്കെ എൻ്റെ ഫോട്ടോസ്, ബുക്കുകൾ, കേരളം മുഴുവൻ എല്ലാ ഷോപ്പുകളുടെ ഫ്രണ്ടിലും എൻ്റെ ഫോട്ടോ. എന്താ പട്ടിയെ പോലെ കിടന്നിരുന്നതാണ് ഞാനൊരു ബസ് സ്റ്റാൻഡിൽ. ഞാൻ എൻ്റെ ഫോട്ടോ ഇങ്ങനെ കവർ പേജിൽ വരിക എന്നുള്ളത് അത് തന്നെ എനിക്ക് എൻ്റെ ലൈഫ് മാറ്റിയതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞാൻ നോക്കിയൊരു ഹോട്ടലുണ്ട്, ഏറ്റവും വലിയൊരു ഹോട്ടൽ ഞങ്ങളുടെ ഗുരുവായൂർ. അവിടെ ഞാൻ എന്നാ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കടക്കുക, നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ, എന്നാ ഞാൻ കടക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. എൻ്റെ ബ്രദർ എന്നെ വിളിക്കുക ചെയ്തേ 12 വർഷത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഫിനാൻഷ്യൽ കുറച്ച് ഹെൽപ്പ് വേണം എന്നുള്ള രീതിയാണ് ഏട്ടൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഫിനാൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എനിക്ക് എൻ്റെ വീട്ടിൽ കയറാമെന്നുള്ളത്. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു 11-12 വർഷത്തിനുള്ളിൽ ഞാൻ ഗുരുവായൂർക്ക് വരും. ഗുരുവായൂർ വന്നിട്ട് ഞാൻ ടാക്സി എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും, എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഉമ്മർത്തിരിക്കുന്നുണ്ടായിരിക്കും, ജോലി കഴിഞ്ഞാൽ എനിക്കറിയാം ആ ഒരു സമയം, പണി മാറ്റി വരുന്ന സമയം. അപ്പം ഞാനിങ്ങനെ കണ്ട് അങ്ങോട്ട് പോകും. തിരിച്ച് റിട്ടേൺ വരുമ്പോൾ സ്ലോയിൽ വന്ന് കണ്ടിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ നമ്പർ കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി, ഞങ്ങൾ വിളിച്ച് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. തിരിച്ച് ഞാൻ ഏട്ടൻ എന്നെ വിളിച്ച് ഫിനാൻഷ്യൽ ചോദിച്ചതിന് സമയത്ത് ഞാൻ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എനിക്ക് വീട്ടിൽ കയറാമെന്നുള്ള രീതിയിൽ ഞാൻ ഏട്ടനോട് ഓക്കെ പറഞ്ഞു. ഏട്ടൻ വന്നു. ഞാൻ ഗുരുവായൂർ വന്ന് തിരിച്ച് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ കേട്ടോ, അച്ഛന് വേണ്ട സാധനങ്ങൾ, അമ്മയ്ക്ക് മാല, കമ്മൽ, പിന്നെ ഒരുപാട് ചോക്ലേറ്റ്, കുറേ സാധനങ്ങൾ വന്ന് എല്ലാം ഞാനത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഈ പറയുന്ന ഹോട്ടലിലെ റൂം എടുത്തേ. ചിന്തിക്കണം, ബസ് സ്റ്റാൻഡിലെ ന്യൂസ് ഞാനാണ് നോക്കിയിരുന്ന ഹോട്ടലിൽ ഞാൻ മേലെ താമസിക്കുകയാണ് പെണ്ണായിട്ട്. ഓക്കെ, അപ്പോൾ കാലങ്ങളുടെ പോക്കാണ്. അവിടെ കിടക്കുന്നു. ചേട്ടൻ വിളിച്ച് എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഹോട്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ താഴെ വന്നു. ചേട്ടൻ ഷോക്കാണ്. ഞാനിങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുവാണ് സിനിമ. അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിൽ സിനിമ നടി, അന്നൊന്നും നയൻതാരൊന്നും അല്ല കേട്ടോ, ഒരു സിനിമ നടി ഇറങ്ങി വരുന്ന സ്റ്റൈലാണ് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ ഏട്ടൻ ചോദിച്ചു, ചേട്ടൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കാം മൊത്തം ഹോട്ടലിൽ. അപ്പോൾ ചോദിച്ചു എന്തിനാ ഇവിടെ താമസിക്കുന്നത് എന്താ അതിൻ്റെ ആവശ്യമുള്ളത്, നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും. അപ്പം തന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ നേരെ ടാക്സി, അപ്പം ഏട്ടൻ പറഞ്ഞു ഓട്ടോ വിളിക്കാൻ. അപ്പം ഞാൻ ഓട്ടോ ഇല്ല, ടാക്സി വരും. അപ്പം മാറ്റങ്ങളാണ്, ടാക്സി വരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലഗേജ് സാധനങ്ങളൊക്കെ എടുത്തു, ടാക്സിയിൽ കയറ്റി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയ്ക്ക് ഓൾറെഡി അറിയാം ഞാൻ വരുന്നുണ്ട്. അമ്മ ആ നാട് മുഴുവനും വിളിച്ചു വരുത്തി റോട്ടിൽ നിർത്തി വെച്ചിരിക്കുക. എന്നെ അടിച്ചിറക്കിയത് ഈ ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ജനങ്ങളെ മുമ്പിലേക്കാണ് എന്നെ ഏട്ടൻ തിരിച്ചു കൊണ്ടുപോകുന്നത്. വീട് റോട്ടിൽ വീട് എത്താറാകുമ്പോൾ ഏട്ടൻ പറഞ്ഞു, വണ്ടി നിർത്തി പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങുവാണ്, നീ പൊക്കോ, ഞാൻ ബാക്കിൽ കൂടെ വരാം. അപ്പം ഏട്ടൻ ഞാൻ പറഞ്ഞു, എനിക്ക് ചേട്ടൻ എൻ്റെ കൂടെ വരുവാണെങ്കിൽ മാത്രമേ ഞാൻ വീട്ടിൽ കയറൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി നേരെ ഞാൻ ബാംഗ്ലൂർക്ക് വിടും, ഞാൻ വന്ന ഏട്ടന് വേണ്ടിയിട്ടാണ്. ശരിയാക്കുന്നു. നേരെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് എന്നറിയോ, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുന്നു, ഏട്ടൻ കാറിൻ്റെ ഫ്രണ്ടിലിരിക്കണം. അപ്പം ജനങ്ങളൊക്കെ നിൽക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് തുറക്കാൻ അറിയാവുന്നതാണ് ഈ ഡോറ്. ഞാൻ ഡോർ തുറന്നില്ല, തുറക്കുന്ന പോലെ കാണിച്ചു. ഏട്ടൻ ഇറങ്ങിയിട്ട് ആ ഡോർ തുറന്നു എനിക്ക്. ഞാൻ അപ്പോൾ ഒരു സ്റ്റൈലിൽ ഇറങ്ങി. അതാണ് എൻ്റെ രണ്ടാമത്തെ റീ എൻട്രി. എന്നുവെച്ചാൽ എന്നെ അടിച്ചിറക്കി, എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ചേട്ടൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ ജനങ്ങൾ മുഴുവൻ നോക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ ചെവിയിൽ കേൾക്കാം, അവൻ തന്നെ അടിച്ചിറക്കി, അവൻ തന്നെ കൊണ്ടുവന്നില്ലേ എന്നുള്ളത്. ഞാൻ നേരെ വീട്ടിലേക്ക് കയറി. അമ്മ എന്നെ ആരതിക്കുഴിഞ്ഞു കയറ്റി വീട്ടിൽ കയറ്റിയ ശേഷം ഞാൻ കയറിനേക്ക് മുമ്പ് ഉമ്മർത്ത് നിർത്തിയായിട്ടുള്ള പറഞ്ഞു,
അന്ന് ഏട്ടൻ എന്നെ അടിച്ചിറക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മൈൻഡിൽ കുത്തി കിടക്കുന്നുണ്ട്. അത് ഏട്ടൻ ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഒന്നോലെ ആണായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ട്, ആണും പെണ്ണും കെട്ടി ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരു പെണ്ണായിട്ട് വന്നേക്കണം, ഏട്ടൻ്റെ അനിയത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ആ ഏട്ടൻ എൻ്റെ കാല് പിടിക്കാന്നൊക്കെ പറയല്ലേ, അതായത് ഏട്ടൻ്റെ കണ്ണ് നിറഞ്ഞു എന്നെ കണ്ടതും എൻ്റെ സംസാരം ഇങ്ങനെ കുനിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഏട്ടനെ പിടിച്ചു പോക്കി, ഞാൻ ഹഗ് ചെയ്തു, ഇപ്പോൾ ഓക്കെ ആയി, ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്, നാട് ഹാപ്പിയാണ്. ഞാൻ എന്നെ കല്ലെടുത്തെറിഞ്ഞ് കാർക്കിച്ച് തുപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ജനങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളുടെ നാട്ടിലൊരു ഫംഗ്ഷന് ആ സമയത്ത് കേട്ടോ, ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ക്ലബിൻ്റെ എന്തോ വാർഷികം എന്നോണം, അതിലെന്നെ ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നു, എന്നെ പൊന്നാട അണിയിക്കുന്നു, ശിവജി ഗുരുവായൂരൊക്കെ ഇരിക്കുന്നു, ചേട്ടന ശിവചേട്ടനൊക്കെ എനിക്ക് അയൽവാസിയാണ് ഞങ്ങൾ. അപ്പൊ ആ ചേട്ടനൊക്കെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ അവരോടൊപ്പം എനിക്ക് ഇരിക്കാൻ പറ്റി, എന്നെ പൊന്നാട അണിയിച്ചു. അപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് ഫൈറ്റ് ചെയ്തെടുത്തത് തന്നെയാണ്. വിഷ്ണു ഇതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ വിഷ്ണുവിനെ ഇതുപോലെ കൊണ്ടിട്ട് പലരും പറ്റിച്ചിട്ടുണ്ട്. എന്തോ ഡ്രൈവറായിട്ടൊരു ജോലിക്ക് എടുത്തിട്ടില്ലേ? ഞാനിവിടെ എൻ്റെ മിക്ക സിനിമാക്കാർക്കും അറിയാം, ഡയറക്ടർമാർക്കും മിക്ക ആക്ടേഴ്സിനും അറിയാം എന്നെ. അതായത് ഞാനിപ്പോൾ വൈറലാവുന്ന മുമ്പ് പലരുടെയും വീട്ടിൽ പണിക്കൊക്കെ പോയിട്ടുണ്ട്. പണിക്കൊക്കെ പോയി വേറൊരാളുടെ ഇത് കൊണ്ടിട്ടാണ് പോയത്. നീ ആ പുള്ളിയുടെ കൂടെ നിൽക്കുക, അടുത്ത സിനിമ പുള്ളി ചെയ്യുമ്പോൾ നിനക്ക് ചാൻസ് കിട്ടും, നീ നിൽക്കുന്ന പറഞ്ഞ് അങ്ങനെ പല സിനിമാക്കാരും ഡ്രൈവറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മിക്കവർക്കും അറിയാം എന്നെ. ഞാൻ ഈ വൈറലായി കഴിഞ്ഞാൽ പിന്നെ 2-3 പേര് വിളിച്ചിട്ടുണ്ടായി, എടാ ഇനിയിപ്പോൾ നിന്നെ വിളിച്ചാൽ ശരിയാവോ, നീ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കണല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ വൈറലായിട്ട് കാര്യമില്ലല്ലോ ചേട്ടാ, നമുക്ക് ജോലി. ഞാൻ വിളിച്ച് എനിക്ക് ഓട്ടം തന്നെ സിനിമ വലിയ വലിയ ഡയറക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ എന്നോട് പറയും, എടാ നോക്കട്ടെട്ടാ നമ്മുടെ പടം തുടങ്ങുമ്പോൾ പറയട്ടാന്നൊക്കെ പറഞ്ഞ്, ഇപ്പം നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാടാ, നമുക്കൊന്ന് ഇവിടം വരെ പോവാം. പല രാത്രി 2 മണിക്കും 3 മണിക്കും 1 മണിക്കൊക്കെ ഇവർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലുന്നതുകൊണ്ട് നമുക്കൊരു അവസരം അവർ തരാ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ പറയടാ ഞാൻ എൻ്റെ പടം ഇപ്പം അടുത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ ഒരു വലിയ ഡയറക്ടർ ഉണ്ടായിരുന്നു, ഞാൻ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞത് എവിടെ തുടങ്ങുമ്പോൾ പറയട്ടെ, നല്ലൊരു ചെറിയൊരു സീൻ തരാട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി തന്നില്ല ആ പടത്തിൽ. ലാസ്റ്റ് എനിക്കൊരു വാശി, ആ പടത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞു ആ പടത്തിൽ ഞാൻ എന്ത് ചെയ്തു, പോയി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്ന്. പുള്ളിക്ക് എന്നെ കണ്ടിട്ടാകെ പറയാനും പറ്റണില്ല, ആ ഒരു പുള്ളിക്ക് ആ സിറ്റുവേഷൻ. ഞാൻ അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായി, ചേട്ടാ അത് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല സാറേ, നമുക്ക് മനസ്സിലാവും, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞു. അവസരങ്ങൾ ഇനി നമ്മളെ ധൈര്യമായിട്ടിരുന്നു. അതുപോലെ ദീപ്തി ഇപ്പം ഈ ഒരു മേഖലയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം കുറേ സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിറ്റിന്നാണോ അതോ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? അത് വേണ്ട, മീൻസ് അത് പുള്ളിക്കാരൻ ഇതാവും, പേര് പറയാതെ വേണ്ട, ഞാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ്. അങ്ങനെ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഇതുപോലെ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അവസരം വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാം ഒരാളുടെ മാറ്റങ്ങൾ എവിടെയാണെന്ന് നമുക്കറിയാം. എനിക്കറിയാം. ആ മാറ്റം വരുമ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് സ്കിപ്പാവും. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ചുറ്റും പലരുടെയും. ഇഷ്ടം പോലെ അത് ഈ അഭിനയിക്കാൻ ചാൻസ് വെച്ച് വിളിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നേ, അങ്ങനത്തെ എങ്ങനെയും ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ സിനിമാ ഫീൽഡിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പോഴും നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ആളുകളുടെ മനോഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എന്ന് പറയാം, മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞ ഒരാളാണ്. പണ്ട് ഒരു 5 വർഷം മുമ്പ് പോകുമ്പോഴും ഇപ്പോൾ പോകുമ്പോഴും രണ്ടാണ്. ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടി കയറണോ ബാക്കിൽ കൂടി കയറണോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ലീഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്? ഞാൻ കമ്മ്യൂണിറ്റിനെ ആദ്യമൊക്കെ ഞാൻ കൊടി പിടിക്കാൻ മുമ്പിലുണ്ടായിരുന്നു. കാരണം ജാതിയില്ല, മതമില്ല, ആണില്ല, പെണ്ണില്ല, വ്യത്യാസമില്ല എന്നും പറഞ്ഞ് മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊക്കെ ഞാൻ മാറി, ഞാനായിട്ട് ഞാൻ ജീവിക്കുകയാണ്. കാരണം ആരെ വിശ്വസിക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കമ്മ്യൂണിറ്റികളിൽ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എന്നോട് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന് ഈ പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് ആ ഓപ്പോസിറ്റ് തന്നെ തിരിഞ്ഞ് അപ്പം തന്നെ ഇരുന്ന് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ ചെവിയിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം എല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് കുറച്ച് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ടവരെ മാത്രം ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അവരെയും എനിക്ക് നാളെ എന്നെ കുറ്റം പറയുന്നുള്ളൂ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നല്ലത് നോക്കിയിട്ട് മുമ്പോട്ട് പോകും. കാരണം ഇപ്പോഴന്നെ എനിക്ക് എൻ്റെ ഇടുന്ന ഓരോ വീഡിയോസ് താഴെ വന്നിട്ട് ബാഡ് കമന്റ്സ് ഇടുന്നുണ്ടല്ലോ, അത് ഈ കമ്മ്യൂണിറ്റികൾ തന്നെയാണോ? അതല്ലേ, കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇടും. പിന്നെ കാരണം ഇപ്പോൾ അവർക്ക് ഓൾറെഡി അവർ ഫെയിം ആയിട്ടുള്ള
പേരൊന്നും ഞാൻ പറയുന്നില്ല, ഫെയിം ആയിട്ടുള്ള ഒരാളായിരിക്കാം. ആ പുള്ളിക്കാരത്തിക്ക് ഒരു ഇൻസ്റ്റ പ്രൊഫൈൽ ഉണ്ടായിരിക്കും, പക്ഷേ ആ പുള്ളിക്കാരുടെ കയ്യിൽ തന്നെ ഫേക്ക് അക്കൗണ്ട് ഒരു 3-4 ഉണ്ടാവും. ഓക്കെ, ആ പുള്ളിക്കാരത്തിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് അവരെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഫേക്ക് അക്കൗണ്ട് നമുക്ക് കമന്റ് ഇടും. അതിന്റെ പുറകെ പിടിക്കാനായിട്ട് വേറെ കുറെ പേരുണ്ടായിരിക്കും. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ അവരെ കണ്ടുപിടിക്കുക, അവരെ കണ്ടില്ല എന്തൊരു നീറ്റാണ്, എന്തൊരു രസമായിട്ടാണ് സാരി എടുക്കണം. എനിക്ക് അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാലൊന്നും ഞാൻ നടക്കുന്ന ഒരാളല്ല. ഞാനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇതേ ഡയലോഗ് ഞാൻ എന്താ നാട്ടില് ജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പിടിച്ചു നിർത്തിയപ്പോൾ നിനക്കൊന്ന് ആണായിട്ട് നടന്നു കൂട്ടോ, ഒന്ന് ആണും പെണ്ണും കിട്ടാൻ നടക്കും, നിനക്ക് നാണമില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഉണ്ടാക്കി എൻ്റെ തന്ത പറഞ്ഞിട്ട് പോലും ഞാൻ നേരെയിട്ടില്ല. അതായത് നേരെയായിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ പറയുന്നവരുടെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വിഷ്ണു, എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഇനി സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയാലോ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പൂജകൾ, ഓഡിഷനിൽ ചെല്ലുമ്പോൾ മോനെ സെലക്ട് ആയിട്ടാ വിളിക്കാട്ടാ, ഈ സാധനത്തിൽ നീ ഉറപ്പാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയും 50,000 രൂപ എന്നോട്ടാ, അങ്ങനെയാണ് ആ വേഷം തരാമെന്ന് പറയും. ഞാൻ പറയും എൻ്റെ പൊന്നേട്ടാ വേണ്ട, എപ്പോഴാണ് പൈസ ചോദിക്കുന്നുണ്ട്. നിനക്ക് അവിടെ വെച്ച് നമുക്കൊരു ആഗ്രഹം തരികയാണ് ഓഡിഷൻ ചെല്ലുമ്പോൾ, മോനെ നീ ഇത് ഓക്കെയാണ് ഞാൻ വിളിക്കാട്ടാന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ ഇവർ കോർഡിനേറ്റ് ആരെയും വിളിച്ചിട്ട് എന്നോട് പറയും മോനെ എടാ വേഷം നിനക്ക് തരാം, അപ്പോൾ ചെറിയൊരു എമൗണ്ട് മുടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ട ഏട്ടാന്ന് പറയും. അത് കിട്ടിയില്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരുപാട് പൂജകളിൽ ചെല്ലുമ്പോൾ നമ്മളാ കളിയാക്കാറുണ്ട്, എന്തിനാടാ പൂജക്ക് വന്ന് എന്ത് വല്ല കിട്ടും വല്ല ഉണ്ടാ ഇതിനകത്ത് ഉണ്ടാ അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ആകെ ഉള്ളത് ബിഗ് ബോസ് ആണ്. അതിലൂടെ കിട്ടിയില്ലെങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് അടുത്ത പരിപാടി ഇതുപോലത്തെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇടും, ചെറിയ അങ്ങനെ. ചേട്ടാ അത് ചെയ്യണമെങ്കിൽ പൈസ വേണം. പരിപാടിക്കുട്ടം ചെയ്തതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് അതേപോലത്തെ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഫണ്ട് ഇറക്കാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഫണ്ട് ഇറക്കാനുള്ള വകുപ്പില്ല. ഒരു വർക്ക് കഴിഞ്ഞ് അടുത്തതിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാണ് അടുത്ത് ചെയ്തത്. ജോലികളൊക്കെ പൈസകൾ മാറ്റി വെച്ച് പതുക്കെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പയ്യത്തിന്നാൽ നമുക്ക് നിറ സിനിമ മുതലേ പയ്യത്തിനാണ് ഇതുവരെ കാണാൻ പറ്റില്ല. അത് നടപടിയാവുന്ന ആയതുകൊണ്ട് ഒട്ടും അടിപ്പിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം 2 പടത്തിൽ നിന്നാണ് 6-8 പേരോടെ നടക്കണമെന്നാണ് അവനെ പറഞ്ഞു വിടുന്നു പറഞ്ഞു. ഞാൻ പക്ഷേ എന്നെ വിളിച്ചത് അതിനുള്ള അസിസ്റ്റന്റ് ആണ്, പക്ഷെ അവന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അവന്റെ പണിയും പോവേ പാവോ. കാര്യം എന്ന് വെച്ചാൽ അവന്റെ പണി പോകരുതല്ല, നമ്മൾ അവനല്ലേ വിളിച്ചത്. ദീപ്തി, അതുപോലെ തന്നെ ഇപ്പൊ ദീപ്തിക്ക് ഒരു നെഗറ്റീവ് നേരിടേണ്ടി വന്നത് ഏറ്റവും കൂടുതൽ ഏത് മേഖലയെന്നാണ്? സിനിമ മേഖലയാണോ, ഫാഷൻ മേഖലയാണോ? എല്ലാ മേഖലയെന്നുണ്ട്. എനിക്ക് ഇൻസൾട്ട് എന്ന് പറയാനായിട്ട് എന്നെ വിളിച്ചു വരുന്ന ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, അത് ഫാഷൻ മേഖലയാണ്. ഈ കടവ് റിസോർട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അത് അവിടെ വലിയൊരു ഷോ നടക്കുമായിരുന്നു കടവിൽ വെച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെ എടപ്പള്ളിയിൽ താമസിച്ചിരുന്നു. അനന്യ എന്ന് പറഞ്ഞ കുട്ടീനല്ലോ അത് എൻ്റെ മോളായിരുന്നു. അപ്പം ഞാനും അവൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഇവിടെ എടപ്പള്ളിയിൽ. ആ സമയത്ത് അവൾക്ക് ഒരുപാട് ഫാഷൻ മേഖലയിലുള്ള കൊറിയോഗ്രാഫറായിട്ടും ഒക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഷോ നാളെയാണ്. അപ്പം അതിൽ വരാമെന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. കുട്ടി വരാൻ പറ്റാത്തതുകൊണ്ട് ആ കൊറിയോഗ്രാഫർ അനന്യനെ വിളിച്ചു. അനന്യ ഇത് പെട്ടെന്ന് എനിക്കൊരു മോഡലിനെ വേണം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ദീപ്തി ഉണ്ട്. അന്ന് ഞാൻ ദീപ്തി കല്യാണി എന്നുള്ള പേര് ഞാൻ അവിടെ വന്നിട്ടില്ല, ദീപ്തി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീപ്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2-3 ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ എടുത്തപ്പോൾ വരാൻ പറയുന്നു പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കാലിക്കറ്റിലേക്ക് വണ്ടി കയറി. വണ്ടി കയറി അവിടെ ചെന്നു, പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ 12 ഗേൾസ് ഉണ്ടായിരുന്നു, 11 ഗേൾസും ഞാനും. ടോട്ടലി 12 പേര്. ഒരാൾക്കും അറിയില്ലായിരുന്നു എന്നെ. പെൺകുട്ടികൾ ദീപ്തിയാണെന്ന് അറിയാം, പക്ഷെ എന്നെ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല രീതിയിൽ എന്നെ കൊറിയോ ചെയ്തു. വലിയ ഷോ ആയിരുന്നു. കോസ്റ്റ്യൂം തന്നു, കോസ്റ്റ്യൂം ചെയ്യുന്നു, മേക്കപ്പ് കഴിഞ്ഞു, കോസ്റ്റ്യൂം ഇട്ട് വാഷ്റൂമിലൊക്കെ പോയി. ഞങ്ങൾ ഈ 11 ഗേൾസും 12 പേര് ഒരുമിച്ചാണ് കേട്ടോ ഒറ്റ ഒരു ഗ്രീൻ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുന്നത്. ഡ്രസ്സ് മാറി, മേക്കപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഷോ കയറണം, സ്റ്റേജിലേക്ക് പോവാണ്. സ്റ്റേജിലേക്ക് പോകേണ്ടവിടെ അപ്പോൾ അവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, വലിയ ആൾക്കാർ, അവരിങ്ങനെ നിരം നിൽക്കുന്നുണ്ട്. 3-4 പേര് നിരം നിൽക്കുന്നുണ്ട്, വൈറ്റും ഒക്കെ ഇട്ടിട്ട്. അവർ നോക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളുടെ കോസ്റ്റ്യൂമും വയറും സീരിയസ്ലി വായ നോക്കുക പറഞ്ഞ് ഒലിപ്പിച്ച് നിൽക്കുമായിരുന്നേ. ഈ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗേൾസിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫേസ് പുള്ളിക്ക് അതിലത്തെ ഒരാൾക്ക് മനസ്സിലായി.
മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ ഞാൻ എത്തിയിട്ടെന്ന് അറിയാം. എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ ഫസ്റ്റ് ഷോ ചെയ്യുന്നു, എനിക്ക് പേടിയാവുന്നു പെൺകുട്ടികളുടെ കൂടെ. എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ നോക്കിയ വശം ഞാൻ മീൻസ് ആ നെറ്റി ഒന്ന് ചുളിച്ചിട്ട് ഇങ്ങനെ ചുളിച്ചതിന് ശേഷം പിന്നെ ആലോചിച്ചിട്ട് ആ കൊറിയോഗ്രാഫിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ട് വെച്ച് പറഞ്ഞു. അതിൽ നിൽക്കുന്ന എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞിട്ട് പറഞ്ഞു ആ കുട്ടി മറ്റതല്ലേ എന്ന് വെച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, മറ്റതല്ലേ എന്ന് ചോദിച്ചു. അപ്പം മറ്റേതാ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അത് മറ്റിപ്പോൾ വനിതയിലൊക്കെ വന്നില്ല, ആണ് പെണ്ണായത്. അങ്ങനെയാണ് വന്നത്. ആണ് പെണ്ണായത് വനിതയിൽ വന്നില്ല. നിനക്കത് പെമ്പിളരെ കിട്ടാഞ്ഞിട്ടാണോ? ഇഷ്ടംപോലെ പെമ്പിളരെ ഞാൻ ഇറക്കിയത്തില്ല, എന്താണ് അവനൊക്കെ വിളിച്ചു കൊടുത്ത് ഷോ ചെയ്യുന്നത് അവനോട് സംസാരിച്ചു. ഉടനടി ആ വാള് മാറി. സാർ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ അയച്ചത്. ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നേരെ വന്നതിനടുത്ത് പറഞ്ഞു ഷോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അന്നവരുണ്ടായിരുന്നു എൻ്റെ ബാക്കി 11 ഗേൾസാണ്. അവർ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ അത് പെൺകുട്ടിയാണ്, ആൺകുട്ടി നിങ്ങൾ പറയുന്ന ആൺകുട്ടിയായിരുന്നു മാറിയെന്നുള്ളത് ആയിക്കോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ബോഡി ഫുൾ പാർട്സ് ഞങ്ങൾ കണ്ടതാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത്രയും നേരം ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ആയാലും വാഷ്റൂമിൽ പോകണോ എല്ലാത്തിനും കൂടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അല്ല ഇനിയിപ്പോൾ അവളെ എന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് പോവാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുട്ടികളും കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാരണം ഈ പെൺകുട്ടികൾ കാരണം അന്ന് ഈ മോഡൽസിനൊക്കെ 2000-3000 വെച്ച് കിട്ടുന്ന സമയം ആ സമയം അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തു. ഞാൻ കടിച്ച് പിടിച്ച് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളാം പറഞ്ഞു. നേരെ ഞാൻ ഓടി മേലെ ഗ്രീൻ റൂമിൽ പോയി ഞാൻ ഡ്രസ്സ് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഈ കൊറിയോഗ്രാഫർ വന്നു. ഇവൻ വന്നിട്ട് സോറി മറ്റിങ്ങനെ ഇരിക്കാന്ന് വിളിക്കും. ഞാൻ എൻ്റെ ഡ്രസ്സ് മൊത്തം ഞാൻ വലിച്ചൂരി എൻ്റെ ഒരു തുണിയില്ലാതെ ഞാൻ അവൻ്റെ മുമ്പിൽ ഞാൻ നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു പുള്ളി ഞാൻ എന്തും ആയിക്കോട്ടെ, എൻ്റെ പെർഫോമൻസ് ആണ് അവിടെ നോക്കേണ്ടത്, ഞാൻ വർക്ക് ചെയ്യോ എന്താണ് ചെയ്യണമെന്നുള്ളത്. ഇനി നിനക്ക് ഇവിടെ ശരീരത്തിൽ ആണിൻ്റെ എന്ന് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ അവനോട് ചോദിച്ചു. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടു, ഞാൻ അപ്പം തന്നെ പാക്ക് ചെയ്ത് അവർ ഷോ കഴിഞ്ഞ് തിരിച്ചു എനിക്ക് അവിടെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പെൺകുട്ടികളെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ കാരണം അത്രയും ക്രൗഡ് നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഒരാണ് പെണ്ണായതല്ലേ ഇവൻ പാടില്ല എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് തന്നെ ഇറക്കി വിട്ടത്. എനിക്ക് ഈ ഒരു ഫീൽഡിൽ അതാണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ നേരെ മറിച്ച് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊച്ചിയിൽ ഒരു 3 മാസത്തിന് ശേഷം ഇത് കഴിഞ്ഞ ശേഷം 3 മാസത്തിന് ശേഷം കൊച്ചിയിലൊരു ഷോയാണ് ബിക്കിനി ഷോ, ഫാഷൻ ഷോ ഞാൻ ചെയ്തു. ഞാൻ ഇതേ സെയിം സംഭവം ദിയാസന ഉണ്ടല്ലോ, ബിഗ് ബോസ് ദിയാസന എൻ്റെ ബെസ്റ്റ് എൻ്റെ മോളാണ്. അപ്പോൾ അവരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ എനിക്ക് ഷോക്ക് വിളിച്ചത് ദിയാസനയാണ്. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഷോ ചെയ്യുന്നു, ഇതേ സെയിം പെൺകുട്ടികളുടെ കൂടെ തന്നെയാണ്. ബിക്കിനി അന്ന് എനിക്ക് തന്ന ഒരു സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം, ബിക്കിനി ഇട്ടിട്ട് പെൺകുട്ടികളെ കൂടെ ഞാൻ ഇറങ്ങുവാണ്. ഞാൻ ഇറങ്ങിയതിന് ശേഷം ദിയാസിനെ മയക്കമാറ്റി പറഞ്ഞു. അവിടുത്തെ അനുഭവം ഇവിടെ ഷെയർ ചെയ്തു. കാരണം ഇത് പറയാൻ കാരണം ആ കൊറിയോഗ്രാഫർ നേരെ ഫ്രണ്ടിലിരിക്കുന്നു. എനിക്ക് അവൻ്റെ മുമ്പിലാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. അവനൊന്നും തലേം താറ്റാവിരുന്നു. കഴിഞ്ഞിട്ട് പുറകെ കുറേ സോറിയും ക്ഷമയൊക്കെ ചോദിച്ചു. കർമ്മ എന്നുള്ളത് സത്യം. കർമ്മ എന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്ന് തെറ്റായി തോന്നി അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് നാളെ ദൈവം എനിക്ക് അവിടെ ഒരു വിജയം കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നടക്കട്ടെ, എല്ലാം വിജയം തന്നെ ആവട്ടെ ലൈഫിൽ. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ സർജറി മൊത്തത്തിൽ എല്ലാം ചെയ്ത് പെണ്ണായി മാറി പൂർണ്ണമായി. ഒരു ടൈമിൽ ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു, യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ സൂചി വെച്ച് കുത്തേണ്ട ഒരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മരണപ്പെട്ടുപോയ അനന്യയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഭയങ്കര നെഗറ്റീവ് വന്നായിരുന്നു സർജറികൾക്കൊക്കെ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാൻ ചെയ്തിട്ട് 16 വർഷമായി. 16 വർഷം മുമ്പ് ചെയ്താണ്? നവംബർ 24 16 വർഷം. ഡൗൺ സർജറിയും എല്ലാം ഡൗൺ ചെയ്തിട്ട് ബ്രസ്റ്റ് വെച്ചിട്ട് 10 വർഷം. സോ ഡൗൺ കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ബ്രസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? എനിക്ക് ഇന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നൊരു ദൈവമുണ്ട്, സന്തോഷി മാത എന്ന് പറഞ്ഞിട്ട്. സോ അവരുടെ സഹായത്തിൽ അല്ല അവരുടെ അനുഗ്രഹത്തിലായിരിക്കാം എനിക്ക് ഇന്നേ നിമിഷം വരെ എനിക്ക് അവിടെ ഒരു യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിനും എനിക്കൊരു തടസ്സം ഇതുവരെ വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർജറി കഴിഞ്ഞാൽ അതിന് കുറച്ച് റൂൾസ് ആണ്. ഇപ്പോൾ പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ തന്നെ പിറ്റേ ദിവസം ഇറങ്ങി നടക്കുന്നില്ല. പ്രസവ ശുശ്രൂഷ ഉണ്ടല്ലോ, അമ്മമാർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ. അപ്പം അതുകൊണ്ട് ആ ഒരു ഫോളോ അപ്പ് ഞാൻ
പാലിച്ചു എന്നുള്ളതാണ്. ആ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട് 41 ദിവസത്തെ വ്രതം, 41 ദിവസം ഇരുന്ന് കഴിക്കേണ്ട ഭക്ഷണങ്ങളും മരുന്നുകളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കിത് വേറെ കുഴപ്പമുണ്ടായി. അടിപൊളി. അപ്പോൾ നമുക്കൊരു മണി അടുത്തൊരു ടാസ്കിലേക്ക് പോവാം. ഓക്കെ, ചെറിയൊരു ടാസ്ക്. ഇത് വളരെ ചെറിയ ടാസ്ക്കാണ്. ഇതാ പിടിച്ചു. അതിൽ ഒരു 3-4 സിനിമകളുണ്ട്. സിനിമയുടെ പേര് പറയരുത്, അഭിനയിച്ച് കാണിച്ച് പറയിപ്പിക്കണം ആ സിനിമ എന്താണെന്ന്. 200 അഭിനയിച്ചാൽ മതി. ഓക്കെ, ഇപ്പം മണിച്ചിത്രത്താഴ്, മണി ചിത്രം താഴ്, അതേപോലെ സിമ്പിളായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. വിഷ്ണു എടുത്തോ. അപ്പോൾ ആദ്യം വിഷ്ണുയുടെ. ഓക്കെ, കാണിച്ചു കൊടുത്തോ. ഓക്കെ ഉള്ള മീശ മാധവനോ? മീശ മോഹൻലാൽ. ഓക്കെ, ലാലേട്ടന്റെ സിനിമയാണ്. അത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അതിലൊരു പാട്ട് പറയാം. പാട്ടൊന്നും പറയാൻ പാടില്ല. ശരി ശരി. ആക്ഷൻ കാണിച്ചോ. ഇതല്ലേ സിനിമ? എത്ര വാക്കുണ്ട്? കുറേ വേണ്ടോ? വലിയ സിനിമയാണോടാ? വലിയ പേരാണോ ചെറിയ പേരാണോ? ഒരു ക്ലൂ വേണേ ഞാൻ പറഞ്ഞുതരാം. തല കാണിച്ചു കൊടുക്കടാ. തല. അയ്യോ, രാവണപ്രഭു. ഓക്കെ, ഒരെണ്ണം ഞാൻ ക്ലൂ വന്നതാണ്. ഓക്കെ, അടുത്തത് ദീപ്തി. കിട്ടിയോ? ആ, എന്താണത്? പറയില്ല. ഓക്കെ, ദൈവം അതെങ്ങനെ കാണിക്കാം. ജീവിയാണ്. ഇതെന്താ സാധനം? മൈലി. മുടി. മയിലാട്ടം. കുയിലി. സിനിമയുടെ പേരല്ലേ? കുയിലും മയിലും അല്ലേ? രണ്ടും കൂടി ചേർന്ന് ആക്ഷൻ കൊടുക്കാവോ? ആക്ഷൻ കൊടുക്കാം. വാവിണ്ടത് സിനിമയുടെ പേരല്ലേ? സിനിമയുടെ പേര് മയിലാട്ടം. കാക്കക്കുയിലി. മോനെ സെറ്റ്. കാക്ക കറുപ്പ്. കാണിച്ച കറുപ്പ് കാക്കാന്ന് പറഞ്ഞ് എന്നിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അതാ പക്ഷെ ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ മുടി പറഞ്ഞപ്പോ കാക്കയിലെ മുടി വന്നു. കറുപ്പ് പക്ഷി. ഓക്കെ, നെക്സ്റ്റ്. എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ. പുള്ളി ലാലേട്ടനെ ഉള്ളത്. ലാലേട്ടൻ സിനിമയാണ്. മാനോ? എന്റെ ചുണ്ടിലേക്ക് നോക്ക്, അപ്പൊ മനസ്സിലാവും ഒരു ജീവിയാണ്. ഉമ്മ കൊടുക്കണ ആ പേരും പറഞ്ഞ്. കൊരങ്ങനോ? ചുണ്ടിങ്ങനെ ഇടിച്ചിരിക്കണേ. ആനയോ? ആനയുടെ ചുണ്ടിങ്ങനെ ഇങ്ങനെയല്ലേ നീണ്ടിട്ടല്ലേ? ഇത് വേറെ എന്ത് ജീവിയെന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞ പോയില്ലേ സിനിമ പേര് കിട്ടും. അതാ ആ ജീവിയുടെ പേരാണ് സിനിമ പേര്. ആ ജീവിയുടെ കൂടെ ഒരു ദൈവമുണ്ട്, അത് കാണിക്കാം. ഓക്കെ, അത്രയും ക്ലൂ കൊടുത്തേക്ക്. ഗണപതി. എലി. എലിയും എലിയുടെ സിനിമ എന്താ ലാലേട്ടൻ്റെ? ഓ മൈ ഗോഡ്, വലിയ പേരാ? 4 3 എലി. കാണടിയിലേക്ക് ഓടി നടക്കും. അടിയിലോ? എലിയോ? പുലിമുരുകനല്ല. മുരുകനല്ല. കാണയുടെ അടിയിൽ ഓടി നടക്കുന്നത് പുലിമുരുകനാണല്ലോ. അല്ല, ഗണപതി പറഞ്ഞല്ലോ, അതുകൊണ്ടാ. എടാ കൊടുക്കടാ ക്ലൂ അടുത്തത്. വെറുതെ ഇരിക്കാനും നോക്കിയിരിക്ക. എലിയുടെ വേറെ സംഭവം
അതല്ലേ പിന്നെ പെരിച്ചായി. ക്രൂ ആ എന്റെ അമ്മേ. ആ പെരിച്ചാഴി സിനിമ പേരുണ്ട്. ആ സീരിയസ്ലി അതറിയില്ലായിരുന്നല്ലേ? സോറി. എന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് മറിഞ്ഞു വീണായിരിക്കും. ഓക്കെ ഓക്കെ, ആശാൻ അടിച്ചിരിക്കുന്നു കോപ്പ നമ്പർ 5. ഓക്കെ, മയില്. നിനക്ക് എല്ലാം മയില. എന്താണ്? നേരത്തെ കാണിച്ച ഇതെന്ത് സാധനം? ആ കുളം, പുഴ, പുഴ. ഈ പുഴയും കിടന്നു. ഓ മോനെ, ഈസി ഇത് എന്തുകൊണ്ട് ഈസി? ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു. എനിക്ക് അവൻ എന്തൊക്കെ കാണിച്ചു പിന്നെ മിണ്ടാതിരിക്കുക. അപ്പൊ എന്തായാലും എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? എനിക്ക് എൻ്റെ ഇപ്പം എല്ലാവരും കുറേ പേരൊക്കെ എന്നെ അറിയപ്പെടുന്നത് DK എന്നാണ്. DK, ദീപ്തി കല്യാണി. അത് ഞാൻ എൻ്റെ ശരീരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, D1111K. അപ്പോൾ DKയുടെ പേരിൽ എനിക്കൊരു ഡാൻസ് സ്കൂൾ ഓപ്പൺ ചെയ്യണം. സോ ഞാൻ ഡാൻസർ ആയതുകൊണ്ട് തൃശ്ശൂർ തന്നെ അല്ലെങ്കിൽ ഗുരുവായൂർ, ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് തന്നെ ഇപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെക്സ് മീൻസ് പോസ്റ്ററൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ തൃശ്ശൂർ എന്നുള്ള കുറച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് റോട്ടിലായാലും, അതായത് പൂര സീസൺ ആയാലും പൂരത്തിനായാലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ആയാലും എന്ത് തന്നെ ആയാലും ഡാൻസിലൊരു പേരെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനോടൊപ്പം ആ ഒരു പേരിൽ തന്നെ ഡാൻസ് സ്കൂൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. സെയിം DK എന്നുള്ള പേരിൽ തന്നെ ഒരു ബൊട്ടിക്ക് ഓപ്പൺ. ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കും. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇത് ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. അതുപോലെ തന്നെ വിഷ്ണു കൊച്ചിക്കാരൻ്റെ ആഗ്രഹം നല്ലൊരു സിനിമ നടനാവണം, അമ്മേനെ എല്ലാം നന്നായി നോക്കണം, സമാധാനവും സന്തോഷമായിട്ട് കല്യാണം കഴിക്കണം, എല്ലാം കിട്ടുമെന്നറിയില്ല. എന്തായാലും സുധി തമ്പി അല്ലേ, സുധി തമ്പി അവരാഗ്രഹിച്ചാലും സുധി തമ്പിനെ കിട്ടിക്കോളും. നമ്മൾ ആഗ്രഹിക്കണം, മനസ്സിലായ? നടക്കില്ലെങ്കിലും ആഗ്രഹിക്കണം. കുന്നോളം ആഗ്രഹിച്ചാലേ തുടങ്ങിയതല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഇന്റർവ്യൂവിന്റെ സമയപരിധി താൽക്കാലികമായിട്ട് നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാനുണ്ട്. നിങ്ങളെല്ലാവരും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് നന്ദി. ഇപ്പോൾ കരുമാടിക്കുട്ടനിലെ റീലൊക്കെ കണ്ട പോലെ തന്നെ ഒരുപാട് നല്ല നല്ല വർക്കുകൾ വരട്ടെ. കേരളത്തിൽ ലോകം മൊത്തം അറിയപ്പെടുന്ന കലാകാരനും കലാകാരിയായി മാറട്ടെ. എല്ലാ സന്തോഷവും നിങ്ങളുടെ തേടിയെത്തട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കൊരു കാര്യം പറയാൻ വെച്ചാൽ, ഇപ്പോൾ ഈ കാണുന്ന ഞാനാണ് ദീപ്തി കല്യാണി. കാരണം എൻ്റെ വീഡിയോസിന് താഴെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഊഞ്ഞാലാടിയെന്ന് തന്നെ എന്നെ പച്ചയ്ക്ക് വിളിക്കാത്തതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അതല്ലാതെ ദീപ്തി കല്യാണി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഡയറക്റ്റ് സംസാരിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നില്ല. പക്ഷേ അത് ക്യാരക്ടറായിട്ട് മാത്രം കണ്ട് എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ തന്നെ ഇപ്പോൾ എൻ്റേത് മാത്രം പറയുന്നില്ല, ഞങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ശ്രീനാഥിനും താങ്ക് യു സോ മച്ച്. ജാങ്കോ സ്പേസിനും ഒത്തിരി സന്തോഷം. ഇനിയും ഇതുപോലെ നമ്മൾ കണ്ടുമുട്ടാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.